നമസ്കാരം. എല്ലാവർക്കും സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ കരുണാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ കേരളത്തിൻ്റെ ആരോഗ്യ ബൗദ്ധിക മേഖലകളിൽ നോമ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ ചൂടേറിയ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം, നോമ്പിനെപ്പറ്റി റമദാൻ വ്രതത്തെപ്പറ്റി വിമർശിക്കുന്നതിൽ പലതരം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എക്സ് മുസ്ലിങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത് റമദാൻ വ്രതം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്, ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുമില്ല എന്നാണ്. നിങ്ങൾ മതവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണമെങ്കിൽ അങ്ങ് എടുത്തോളി, പക്ഷേ അത് ഭയങ്കര ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്ന് തള്ളിമറിച്ച് നോമ്പെടുക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് എക്സ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്നാൽ ആ വിഭാഗത്തെക്കാളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നത്, ഈ വർഷം പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യ വിദഗ്ധരുടെ ഇടയിൽ റമദാന് ഉപദ്രവകരമാണ്, പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുക നല്ലതെന്നുള്ള, അത് പാലിക്കാതിരിക്കുക നല്ലതെന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോമ്പെടുക്കുന്ന ആളുകളിലും അല്ലാത്ത ആളുകളിലും ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് ഇത് എത്രത്തോളം മനുഷ്യന് ഉപകാരപ്രദമാണ്, ഉപദ്രവകരമാണ്, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു സമീപനത്തിലൂടെ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയ്ക്കൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ് മുസ്ലിങ്ങളായ ആളുകൾ പറയുന്ന പോലെ ഇത് വെറും ഒരു തട്ടിപ്പ് നോമ്പാണ്, കള്ളനോമ്പ് മാത്രമാണ്, ഇതിന് ശാസ്ത്രത്തിൻ്റെയും ലോജിക്കിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് പ്രിയങ്കരനായ, വളരെ ആരോഗ്യമേഖല ആത്മാർത്ഥമായി കേരളത്തിൽ ഇടപെടുന്ന ഒരു റിട്ടയർഡ് പ്രൊഫസർ, എൻ്റെ ഒരു അധ്യാപകന് തുല്യമായി വരുന്ന അദ്ദേഹം നോമ്പിനെ പറ്റി 2 കമൻറ്റുകൾ പറഞ്ഞിരുന്നു. ആളുകളിൽ നിന്നുള്ള ചില വിമർശനങ്ങൾ കൊണ്ട് എന്തോ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞ ആ ചർച്ച സോഷ്യൽ മീഡിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഇത്രയും ബാനലിൻ്റെ ഈ ഒരു പരമകാഷ്ഠയിൽ പരീക്ഷാക്കാലത്ത് കുട്ടികൾ നോമ്പെടുക്കുന്നത് ശരിയാണോ? കുറേ കുട്ടികൾക്ക് മൂത്രപ്പഴുപ്പ് വരുന്നുണ്ട്, പിന്നെ നിർജ്ജലീകരണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുമോ എന്ന് അന്വേഷിച്ചാൽ നന്നായിരുന്നു, ഒരാശങ്കയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചതാണെന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം കുറച്ച് ഞാൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ആ ചർച്ച അവിടെ കൊണ്ട് തീർന്നില്ല. അദ്ദേഹം തുറന്നിട്ട് ആ ചർച്ച സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അത് ഏറ്റെടുത്ത ചർച്ച മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കമൻറ്റുകളും ഭയങ്കര രസകരമായി തോന്നി. അപ്പോൾ ഇതിൽ പ്രതികരണം, ഈ ചർച്ച തുടർന്നു കൊണ്ടുപോകൽ കേരളത്തിലെ ഭാവിയിലെ ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ചിന്തകൾ തുടരാൻ ആവശ്യം തോന്നിയുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വിശദീകരണമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞത് 13 മണിക്കൂറും 10 മിനിറ്റോളാണ് കേരളത്തിലിപ്പോൾ നോമ്പുള്ളത്. ഈ ഉഷ്ണകാലത്ത് ഇത്രയും സമയം വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് അനാരോഗ്യകരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞത്. അപ്പോൾ ജീവൻ പോലും മനുഷ്യൻ്റെ തുലാസിലേക്കാം. നോമ്പിന് ആത്മീയ ശിക്ഷണം എന്നാണ് ഖുർആൻ പരിചയപ്പെടുന്നത്, അല്ലാതെ ആരോഗ്യദായിനി എന്നല്ല. അതുകൊണ്ട് ആരോഗ്യത്തിന് സേഫാന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞ് പുരുഷോത്തമൻ സാറുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ വന്നു. അപ്പോൾ അതിന് പുറകെ വന്ന കമൻറ്റുകൾ എന്നെക്കാളും രസകരമായിട്ട് തോന്നി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഞാൻ ഏറെ ആദരിക്കുന്ന മുഹമ്മദ് കുഞ്ഞ് സാറ് പറഞ്ഞു, ഞാൻ താങ്കളോടും പുരുഷോത്തമൻ സാറോടും പൂർണ്ണമായി യോജിക്കുന്നു, നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാനും യോജിക്കുന്നതാണ് ഡോക്ടർ പരീദ് കുഞ്ഞു അതിനോട് പറ്റി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ കമൻ്റായിട്ട് വന്നിരുന്നു, ഞാൻ 17 മണിക്കൂറോളം വേറെ രാജ്യത്ത് വെച്ചിട്ട് നോമ്പെടുത്തിട്ടുണ്ട് സഹോദര എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി ഒരു പരിഹാസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ കുറച്ചുകൂടി നീട്ടി നോമ്പെടുത്തിരുന്നെങ്കിൽ താങ്കൾ ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അതിന് ഈ പോസ്റ്റ് ചെയ്ത ആൾ പിന്നെ മറുപടി കൊടുത്തത്. അപ്പോൾ നോമ്പിനെ പറ്റിയിട്ടുള്ള ചർച്ച ഒരു ഇൻ്റലക്ച്വൽ മേഖലയിലേക്ക് കടക്കുകയും അത് ആളുകളുടെ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം നമുക്ക് തോന്നിയുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിക് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്. അതേസമയത്ത് യൂറോപ്പിലും നോമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 3 ദിവസം മുമ്പാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ടൂർണമെൻറ്റിലൊരു മാച്ച് നടന്നത്. ബാർസലോണയും ബെനഫിക്കയും തമ്മിൽ, FC ബാർസലോണയും ബെനഫിക്കയും തമ്മിൽ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലമീൻ യമാൽ വരുന്ന 10 വർഷത്തേക്ക് മെസ്സിയുടെ സ്ഥാനത്തേക്ക് പരിക്കൊന്നുമില്ലാതെ പിന്നെ നല്ല ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള താരമാണ് 17 വയസ്സുകാരനായ ലമീൻ യമാൽ. ലമീൻ യമാലിൻ്റെ ഒരു ഗോളിൻ്റെ അസിസ്റ്റും ഒരു ഗോളും നമ്മൾ കാണണമായിരുന്നു. അപ്പോൾ ഈ ലമീൻ യമാൽ അന്ന് എന്താണ് പറഞ്ഞാൽ നോമ്പെടുത്തുകൊണ്ടാണ്
അന്ന് ആ കളി കളിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് എടുത്തിട്ട് പറഞ്ഞാൽ ലമീൻ യമാൽ നോമ്പിൻ്റെ ആ ക്ലൈമാക്സിൽ നോമ്പ് കളി തുടങ്ങി 10 മിനിറ്റിന് ശേഷമാണ് ഏകദേശം അദ്ദേഹം നോമ്പ് തുറക്കാൻ പോകുന്നത്. ഈ നോമ്പ് തുറക്കുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം എല്ലാ ഡിഫൻഡർമാരെയും ഒഴിഞ്ഞ് 4 ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കർവിങ് പാസ് റാഫീഞ്ഞക്ക് ഇട്ട് കൊടുക്കുകയും റാഫീഞ്ഞ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തത്. ലമീൻ യമാൽ സ്വന്തമായിട്ട് ഫിനിഷ് ചെയ്തൊരു ഗോളുണ്ട്. അത് അദ്ദേഹം നോമ്പ് തുറന്നതിന് ശേഷം 12 മിനിറ്റിന് ശേഷം എടുത്തൊരു ഗോളായിരുന്നു. ആ ഗോൾ പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് കിക്ക് റാഫീഞ്ഞ എടുത്ത് അത് പെനാൽറ്റി ബോക്സിന് പുറത്തു പോയപ്പോൾ പെനാൽറ്റി ബോക്സിനകത്ത് ഗോളിയടക്കം 16 ആൾക്കാരുണ്ട്. അവർക്കിടയിലൂടെ അവർക്ക് തലയ്ക്ക് മുകളിലൂടെ അത്രയധികം കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു കർവിങ് കിക്കിലൂടെ അദ്ദേഹം പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് ഈ 16 ആൾക്കാരെയും മുന്നിൽ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് എടുത്തൊരു കിക്ക് ഉണ്ട്. അത് ഇപ്പോൾ കമൻറ്റേറ്റർമാർ പറയുന്നത് ഗോൾ ഓഫ് ദ ടൂർണമെൻ്റ് ആണെന്നാണ് പറയുന്നത്. വണ്ടർ ഗോൾ ഓഫ് ദ ടൂർണമെൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മനോഹരമായ ഒരു ഗോളെന്ന് പറയുന്നത്. ഇതൊക്കെ എടുക്കുമ്പോഴും ഈ ലമീൻ യമാൽ നോമ്പുകാരനായിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഉയർന്നു വരുന്ന ആശങ്കയും പടിഞ്ഞാറ് നോമ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെൻറ്റും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ നന്നാവും തോന്നുന്നുണ്ട്. പിന്നെ ലമീൻ യമാൽ ഇപ്പം മാത്രമൊന്നുമല്ല, അവരിപ്പോൾ ഈ നോമ്പുകാലം മുഴുവനും പരിശീലനത്തിലും അദ്ദേഹം നോമ്പുകാരനായിട്ട് തന്നെ തുടരുന്നുള്ള അതിൻ്റെയൊക്കെ ഫോട്ടോകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ഞാനീ പറഞ്ഞ കളിയിൽ ലമീൻ യമാൽ നോമ്പ് തുറക്കുന്ന സഹകളിക്കാർ അദ്ദേഹത്തിന് വേണ്ടി കാത്തിക്കുന്ന ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 6:45 സാധാരണ സ്പെയിനിൽ ഇവർ ഈ കളി നടക്കുന്ന സ്ഥലത്ത് കളി തുടങ്ങുന്നത്. 6:52 നോമ്പ് തുറക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിൻ്റെയും സംഘാടകർ മാനേജർമാർ ആദ്യ ഒരു ധാരണ എത്തും. നോമ്പുകാരായ കളിക്കാർക്ക് അതിനുള്ള ബ്രേക്ക് കൊടുക്കാമെന്നുള്ളത് റഫറി ആയിട്ടും ആ ധാരണയിലായിരിക്കും ഉണ്ടാവുക. നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോൾ കളിക്കാർക്ക് ഒരു ഷോർട്ട് ഡ്രിങ്ക് കൊടുക്കും, എനർജിയുള്ള ഡ്രിങ്ക് കൊടുക്കും. ഹാഫ് ടൈമിന് അവർ അത്യാവശ്യം എനർജിയുള്ള ഒരു മീല് അവർ കളീനെ ബാധിക്കാത്ത വിധത്തിൽ കഴിക്കും. എന്നിട്ട് കളി തുടരുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് യൂറോപ്യൻ ലീഗുകളിൽ, ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള യൂറോപ്യൻ ലീഗുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വികാസമാണ്. അപ്പോൾ ഇവിടെയൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഒരു കൾച്ചറാണ്. അല്ല, എല്ലാവരും ഞാൻ വിചാരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ഭാഗമായി മാറണം, എല്ലാവരും നോമ്പെടുക്കരുത്, അങ്ങനെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഇവിടെ ഒന്നും കാണാനില്ല. നോമ്പെടുത്താൽ നമ്മുടെ ശ്രദ്ധ കുറയും, ക്ഷീണം വരും, നമ്മുടെ മനസ്സിൻ്റെ കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റി പോവും എന്നൊക്കെ പറയുന്നുള്ള ഒരു നല്ലൊരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലമീൻ യമാലിൻ്റെ ഒരു ഗോൾ. എനിക്ക് തോന്നുന്നത് നമ്മൾ നോമ്പുകാരാണെങ്കിലും നോമ്പുകാരല്ലാത്തവരാണെങ്കിലും നോമ്പെടുക്കണം എന്ന് പറയുന്നവരാണെങ്കിലും എടുക്കേണ്ടെന്ന് പറയുന്നവരാണെങ്കിലും ഈ ലമീൻ യമാലിൻ്റെ ഗോൾ നിങ്ങൾ കണ്ടിരിക്കണം. മനോഹരമായൊരു ഗോളാണ്. ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു മനോഹരമായൊരു താരത്തിൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് ആ ഗോളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ലമീൻ യമാലിനെ മാത്രം ഒരു നിലപാടൊന്നുമല്ല നോമ്പ് എടുത്തുകൊണ്ട് കളിക്കുക എന്നുള്ളത്. ലമീൻ യമാലിനാണെങ്കിൽ അവരുടെ ഭാഷയിലെ പണ്ഡിതന്മാർ ലമീൻ യമാലിന് നിങ്ങൾക്ക് നോമ്പ് കളിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കുക എന്നുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിൽ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാർ, പരീക്ഷക്കാർ, രോഗികൾ, നോമ്പ് താങ്ങൂല, അവരുടെ ശാരീരിക സാഹചര്യം നോമ്പ് എടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആൾക്കാർക്ക് ഒരു അളവ് ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട്. ആ നോമ്പ് പിന്നീട് എടുത്ത് വീട്ടിയാൽ മതിയാവും. ആ അളവ് ലമീൻ യമാലിൽ കിട്ടിയിട്ട് പോലും അദ്ദേഹം നോമ്പ് തുടരാനാണ് തീരുമാനിച്ചത്. ഇത് ലമീൻ യമാൽ മാത്രം ചെയ്യുന്ന ഒന്നല്ല. സൗദി ലീഗിൽ കളിക്കുന്ന കരീം ബെൻസിമ നോമ്പുകാരനായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. മുഹമ്മദ് സലാ, ലിവർപൂളിൻ്റെ യൂറോപ്യൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ക്ലബ്ബാണ് ലിവർപൂൾ. മറ്റെല്ലാ ക്ലബ്ബുകളെക്കാളും എനിക്കൊണ്ട് 16 പോയിൻറ്റിൻ്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. കളി ഇനിയും 3-4 മാസം ബാക്കിയുണ്ട്. അപ്പോൾ തന്നെ അവർ കപ്പടിച്ച പോലെയാണ് അവർ നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ സ്ട്രൈക്കറാണ് മുഹമ്മദ് സലാ. ഇപ്രാവശ്യത്തെ ബാലൻ ഡിയോറിലെ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. മുഹമ്മദ് സലാ നോമ്പുകാരനായിട്ടാണ് കളിക്കുന്നത്. സാദിയോ മനെ, റിയാദ് മെഹ്റസ്, ഇവരൊക്കെ നോമ്പുകാരായിട്ട് തന്നെയാണ് കളി തുടരുന്നത്. ഇങ്ങനെ എല്ലാ മേഖലയിലും അത്ലറ്റുകളൊക്കെ നോമ്പുകാരായിട്ട് അവരുടെ കളി തുടരുന്നുണ്ട്. അത് അവരുടെ പെർഫോമൻസിനെ ഒന്നും ബാധിക്കുന്നില്ല, അവരുടെ കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റി ഒന്നും ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് തുടരേണ്ട മാതൃക എന്താണ്? നമുക്ക് തോന്നുന്ന ചില ആശങ്കകളുടെ മുകളിൽ നമ്മളങ്ങ് വിധിക്കുകയാണോ വേണ്ടത്? ലോകം മുഴുവനും ഈ നോമ്പിൻ്റെ നേരെയുള്ള നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കല്ലേ വേണ്ടത്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വരും, നോമ്പ് എടുക്കൽ സേഫാണ്? സേഫല്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ ചർച്ചയിലും വന്നിരിക്കുന്നത് റമദാൻ ഫാസ്റ്റിംഗ് അത്ര സേഫല്ല എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ സേഫാണ് റമദാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ അഭിപ്രായത്തിന് ആരെയാണ് സമീപിക്കേണ്ടത്? ഇത് കൺക്ലൂഡ് ചെയ്യാൻ ആരെയാണ് സമീപിക്കേണ്ടത്? നമ്മുടെ കേരളത്തിൽ എത്ര പ്രശസ്തരായ ഡോക്ടർമാരാണെങ്കിലും, അവരെത്ര ആദരണീയരാണെങ്കിലും, അവരെത്ര ആത്മാർത്ഥത ഉള്ളവരാണെങ്കിലും, അവർക്കൊരു ബയസും ഇല്ലെങ്കിലും, അവർക്കൊരു പക്ഷപാതം ഇല്ലെങ്കിലും അവരുടെ നിലപാടാണ് നോക്കേണ്ടത്. ലോകതലത്തിൽ മോഡേൺ മെഡിസിൻ്റെ രീതിശാസ്ത്രമുണ്ട്, ഒരു സയൻസിൻ്റെ ഒരു അഭിപ്രായം കൺക്ലൂഡ് ചെയ്യാനുള്ള. അത് വെച്ചിട്ട് ലോകത്തിലെ തലയെടുപ്പുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, ലോകാരോഗ്യ സംഘടന അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ വിഷയത്തിന് എങ്ങനെയാണ് സമീപിക്കുന്നത് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഒരു ഒ-പിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന രോഗികൾ 2-3 ആളുകൾ നോമ്പെടുത്തിട്ട് മൂത്രപ്പഴുപ്പ് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട്
നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും മൂത്രപ്പഴുപ്പ് വരും എന്ന് വിധി എഴുതുന്നത് ഒരു അനക്ഡോട്ടൽ എവിഡൻസ് ആയിട്ടാണ് ശാസ്ത്രഭാഷയിൽ പറയുക. ഒരു വ്യക്തിയുടെ അനുഭവം വെച്ചിട്ട് അദ്ദേഹം അതിനെ ജനറലൈസ് ചെയ്യാൻ നോക്കുകയാണ്, സമൂഹത്തിൽ എല്ലാവർക്കും ഇത് സംഭവിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ രോഗം വരുന്ന 2-3 ആളുകൾ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഒപ്പിയിലേക്ക് കടന്നു വരുന്നുള്ളൂ. അതിനേക്കാളും ഒരുപാട് നോമ്പുകാർ പുറത്ത് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടാവും, എല്ലാ പ്രായക്കാരും. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് നമ്മൾ അനക്ഡോട്ടൽ എവിഡൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ആനക്ടോട്ടൽ എവിഡൻസും സയൻറ്റിഫിക് മെത്തഡും തമ്മിൽ, സയൻറ്റിഫിക് എവിഡൻസ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആനക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് ആ വ്യക്തിയുടെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള ഒരു ഫോബിക്കായിട്ടുള്ള ഒരു ആശയത്തോടൊക്കെ ഫോബിക്കായിട്ടുള്ള സാഹചര്യം, അതിൻ്റെ സ്വാധീനം ഉണ്ടാവുക, അദ്ദേഹം ലോകത്തെ കാണുന്ന കണ്ണട, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. ആനക്ടോട്ടൽ എവിഡൻസ് അങ്ങനെയാണ്. അത് പക്ക സബ്ജക്റ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ആനക്ടോട്ടൽ എവിഡൻസ്. അത് ഒരുപാട് കോഗ്നിറ്റീവ് ബയസ്, ബുദ്ധിപരമായ ബൗദ്ധികമായ പക്ഷപാതങ്ങളായിട്ട് സ്വാധീനിക്കപ്പെടാം ആനക്ഡോട്ടൽ എവിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഫാക്ച്വൽ ആവണമെന്നില്ല, അത് യാഥാർത്ഥ്യമാവണമെന്നില്ലാണ് സയൻസ് എന്നാണ് സയൻസ് പറയുന്നത്. അതായത് ശാസ്ത്രീയ എവിഡൻസ്, സയൻറ്റിഫിക് എവിഡൻസ് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റീവാണ്, സബ്ജക്റ്റീവ് അല്ല. അതിനകത്ത് പറഞ്ഞാൽ ഇറ്റ് വിൽ റിമൂവ് ദ പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ അതിനകത്ത് ഒരിക്കലും കടന്നു വരാനുള്ള സാധ്യതകളൊക്കെ ശാസ്ത്രീയ എവിഡൻസുകളിൽ ഉണ്ടാവില്ല. അതിനൊരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവിനെ അത് നീക്കം ചെയ്യും. ഒരു പ്രീ കൺസീവ്ഡ് ബിലീഫ് ഒരു വ്യക്തിക്ക്, പഠനം നടത്തുന്ന വ്യക്തിക്ക്, ഒരു അഭിപ്രായം, ശാസ്ത്രീയ അഭിപ്രായം എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടെങ്കിൽ ആ അഭിപ്രായത്തൊക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടാവുക. അപ്പോൾ സയൻറ്റിഫിക് എവിഡൻസ് നമ്മളിപ്പോൾ ഈ ചർച്ചകളൊക്കെ എങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയും കേരളത്തിൽ ഇതുപോലെ ചർച്ചകൾ വരാൻ സാധ്യതകളുണ്ട്. ലെവൽസ് ഓഫ് എവിഡൻസ് പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ ഒരു സങ്കേതമുണ്ട്. ഒരു എവിഡൻസിൻ്റെ ലെവലുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പഠിക്കുക എന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അത്യാവശ്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ സാധാരണ പലതരത്തിലുള്ള ശാസ്ത്രീയ എവിഡൻസ് ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ വെയിറ്റേജും കൂടും, അതിനനുസരിച്ചുള്ള വെയിറ്റേജും മാറി മാറി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു അടിസ്ഥാനപരമായൊരു ശാസ്ത്രീയ പഠനമാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കേസ് കൺട്രോൾ സ്റ്റഡി, കോഹോർട്ട് സ്റ്റഡി എന്ന് പറയും. അതിൻ്റെ മുകളിൽ നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയും. അതിൻ്റെ മുകളിൽ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയും. ഈ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി തന്നെ ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിവ്യൂ അല്ലെങ്കിൽ മെറ്റാ അനാലിസിസ് ഒക്കെ വരുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, നമ്മുടെ ഇടയിൽ ഒരു ഡോക്ടർക്ക് തോന്നിയാണ് മന്തിച്ചോറ് കഴിക്കുന്നുണ്ട് ആളുകൾക്ക് BP കൂടുന്നുണ്ട്. അപ്പം മന്തി കഴിക്കുന്നുണ്ട് BP കൂടുന്നുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ യൂഹത്തെ സാധൂകരിക്കാൻ അദ്ദേഹം മലപ്പുറം അങ്ങാടിയിലേക്ക് ഇറങ്ങി 1000 ആളുകൾ മന്തി കഴിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ BP പരിശോധിക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നു. ഞാൻ 1000 മന്തിച്ചോറ് കഴിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരെ BP നോക്കുമ്പോൾ എല്ലാവരുടെയും BP കൂടുതലായി കാണുന്നുണ്ട്, അതുകൊണ്ട് മന്തിച്ചോറ് BP ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി. കേസ് കൺട്രോൾ സ്റ്റഡി പറഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ്. ഇതിനകത്ത് 1000 ആളുകൾ എടുക്കുകയാണെങ്കിൽ 500 ആളുകൾ ഈ മന്തിച്ചോറ് കഴിക്കുന്നവരും 500 ആൾക്കാർ അതല്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ ഈ 2 കൂട്ടരെ എടുത്തിട്ട് 2 വിഭാഗങ്ങളിലും നോക്കുമ്പോൾ ഈ മന്തി കഴിക്കുന്ന വിഭാഗത്തിലാണ് BP-യുടെ സാന്നിധ്യം കൂടുതൽ, രക്താതി സമ്മർദ്ദത്തിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ ഭക്ഷണ രീതി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കേസ് കൺട്രോൾ സ്റ്റഡി അല്ലെങ്കിൽ കോഹോർട്ട് സ്റ്റഡി. അപ്പോൾ ഇത് കൂടുതൽ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി നടന്ന സ്റ്റഡിയിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയത്. ഇതിനകത്ത് പറഞ്ഞാൽ ഡബിൾ ബ്ലൈൻഡഡ് ആണ്. ഈ പഠനം നടത്തുന്ന ആൾക്കോ ഈ പഠനത്തിന് വിധേയമാകുന്ന ആൾക്കാർക്കോ അറിയില്ല തങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പുതിയ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ഇത് ഫലിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് നോക്കണം. ഞാൻ 1000 ആൾക്കാരെ ഈ പഠനത്തിനായിട്ട് എടുക്കുമ്പോൾ 1000 ആൾക്കാരിൽ 500 ആൾക്കാർക്ക് ഞാൻ ഈ മരുന്ന് തന്നെ കൊടുക്കുന്നു. ബാക്കി 500 ആൾക്കാർക്ക് ഞാൻ ഇതേ മരുന്നിൻ്റെ അതേ നിറവും രുചിയും ഗുണവുമുള്ള വേറെ പ്ലാസിബോ ഗുളികകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന എനിക്കോ ഈ കഴിക്കുന്ന ആൾക്കോ ഇവർ കഴിക്കുന്ന മരുന്നാണോ അല്ലെങ്കിൽ ആരാണ് ഈ മരുന്ന് കഴിക്കണമെന്ന് അറിയാൻ കഴിയില്ല. അത് അലോട്ട് ചെയ്യുന്ന വേറെ സംവിധാനം ഉണ്ടാവും. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഈ മരുന്നിൻ്റെ ഫലം നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരുന്ന് ഫലപ്രദമാണോ ഇല്ല എന്ന് തീരുമാനിക്കണം. ഇതിൽ ഡബിൾ ബ്ലൈൻഡഡ് ആണ്. മരുന്ന് കഴിക്കുന്ന ആളോ ഈ പഠിക്കുന്ന ഗവേഷകനോ അറിയുന്നില്ല ഇത് ഫലപ്രദമാണോ അല്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് ഡബിൾ ബ്ലൈൻഡഡ് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡികളിൽ നിന്ന് ഒരു കൂട്ടം ഓഫ് റാൻഡമൈസ് ഡബിൾ ബ്ലൈൻഡഡ് സ്റ്റഡി എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിനാണ് നമ്മൾ മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നെല്ലാം പറയുന്നത്. ഇതാണ് പഠനങ്ങളുടെ കാര്യത്തിലുള്ള ഏറ്റവും ഉയർന്നമായ ഒരു തലം. ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ അല്ലെങ്കിൽ മെറ്റാ അനാലിസിൽ വന്ന കാര്യമാണ് നമുക്ക് കുറച്ചും കൂടി ശാസ്ത്രീയമായി പൂർണ്ണമായി എവിഡൻസ് ഉള്ളതെന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു തോന്നൽ നോമ്പെടുത്തുകൊണ്ട് കുട്ടികളിൽ മൂത്രപ്പഴുപ്പ് കൂടുന്നു എന്നുള്ളത് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ രീതികളിലൂടെ മുന്നോട്ട് പോയിട്ട് സ്ഥാപിക്കുകയാണ് വേണ്ടത്. എന്നാൽ പോലും അത് ശാസ്ത്രം അതൊരു പരമസത്യമായിട്ട് അംഗീകരിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മുടെ ഈ കാഴ്ചപ്പാടിന് സ്ഥാനം പിടിക്കണം. ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കാഴ്ചപ്പാടിന് സ്ഥാനം പിടിക്കണമെങ്കിൽ ഇതിലെല്ലാം ഈ മേഖലകളിലുള്ള ഏറ്റവും ഉന്നതരായ ആളുകളായിരിക്കും ടെക്സ്റ്റ് ബുക്കിൻ്റെ സമിതികളിലുണ്ടാവുക.
അവർ ഇത്തരത്തിലുള്ള മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂ അതിൻ്റെ ഒരു കൂട്ടമെടുത്ത് അതിൽ നിന്ന് അവർ കൂടി ചർച്ച ചെയ്തിട്ട് ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ലോകാരോഗ്യ സംഘടന പോലെയുള്ള ഒരു സംഘടന ഒരു പോളിസി ആയിട്ട് അതിനെ പുറത്തേക്ക് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ ഇടമായി വരിക. അങ്ങനെ ലോകാരോഗ്യ സംഘടനയിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളായ ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക ആരോഗ്യ സംവിധാനമായ, ഇംഗ്ലണ്ടിൽ പ്രൈവറ്റ് സംവിധാനമില്ല, ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ഗവൺമെൻറ് സംവിധാനം മാത്രമേ ഉള്ളൂ, NHS നാഷണൽ ഹെൽത്ത് സർവീസസ്, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അല്ലെങ്കിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ ആരോഗ്യ സർവകലാശാലകളായ ജോൺ ഹോപ്കിൻസ്, മയോ ക്ലിനിക്ക്, ക്ലെവ്ലാൻഡ് ക്ലിനിക്ക്, ഇവരൊക്കെ റമദാനെ പറ്റി എന്താ പറയണമെന്നാണ് നമ്മൾ നോക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ കേരളത്തിലെ ചെറിയ ഒരു സ്ഥലത്തുള്ള സോഷ്യൽ മീഡിയ ലോകത്തിൽ പിന്നെ കുറേ നാളുകളുകൊണ്ട് നിരന്തരം ആത്മാർത്ഥമായി ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതുകൊണ്ട് അറിയപ്പെടുന്ന എത്ര പ്രശസ്തനായ ഒരു വിശ്വഗ്വരനായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കാളും വലുതാണ് ഈ ലോക തലത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ റമദാനിനോടുള്ള അപ്രോച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരറിഞ്ഞാൽ കേരളത്തിലെ ഈ ചൂട് മാത്രമല്ല, ഇതിനേക്കാളും വലിയ ചൂടുള്ള മരുഭൂമികളിൽ റമദാൻ നോമ്പെടുക്കുന്ന ആളുകളുടെ അവസ്ഥകൾ അവർക്ക് അറിയാൻ പറ്റും. അവിടെ മൂത്രപ്പഴുപ്പിൻ്റെ സാധ്യത ഉണ്ടോ, ഡീഹൈഡ്രേഷൻ്റെ സാധ്യത ഉണ്ടോ, അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടതെന്നതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഈ ചർച്ചയിൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു നിലപാടിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് നോമ്പ്, ഈ കൊല്ലം വരുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നോമ്പ് പറഞ്ഞാൽ നമ്മുടെ ചിലിയിലുള്ള 13 മണിക്കൂറുള്ള നോമ്പാണ്. ഏറ്റവും ദൈർഘ്യം കൂടിയ നോമ്പ് പറഞ്ഞാൽ ഈ വർഷം കേരളത്തിൽ ഗ്രീൻലാൻഡിലെ ന്യൂക്ക് എന്ന സ്ഥലത്തുള്ള നോമ്പാണ്. അത് നോമ്പിൻ്റെ 1-ാം ദിവസം അത് 13 മണിക്കൂറായിരുന്നു അതിൻ്റെ ദൈർഘ്യമെങ്കിൽ അവസാനത്തെ നോമ്പ് എത്തുമ്പോൾ രാവിലെ 3:40 പുലർച്ചെ തുടങ്ങിയിട്ട് രാത്രി 8:11 വരെ അവിടെ നോമ്പ് നീളുന്നുണ്ട്. 16.5 മണിക്കൂറാണ് ഈ ന്യൂക്കിൽ നോമ്പ് നീണ്ടു പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൺസിഡർ ചെയ്ത്, ഇപ്പോൾ മരുഭൂമികളായ ഖത്തർ, റിയാദ്, അല്ലെങ്കിൽ എത്യോപ്യ, ഇതെല്ലാം കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഭൂമധ്യരേഖയ്ക്ക് കീഴെയുള്ള ഏറ്റവും ഷോർട്ട് നോമ്പുകൾ കിട്ടുന്ന ചിലി പോലുള്ള 13 മണിക്കൂർ നോമ്പുള്ള സ്ഥലങ്ങൾ കൺസിഡർ ചെയ്ത് പരിഗണിച്ചിട്ടായിരിക്കും ഈ ലോകാരോഗ്യ സംഘടന പോലെ സംവിധാനങ്ങൾ ഈ നോമ്പിനെ പറ്റിയിട്ടും അല്ലാതൊക്കെയുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോമ്പ് പറഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ഈ വർഷം രേഖപ്പെടുത്തുന്നത്. 13 മണിക്കൂർ 45 മിനിറ്റാണ്. ഞാനിരിക്കുന്ന മലപ്പുറത്ത് ഇന്നലെയുള്ള നോമ്പിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ രാവിലെ 5:18 തുടങ്ങിയിട്ട് വൈകുന്നേരം 6:37 വരെ 13 മണിക്കൂർ 19 മിനിറ്റാണ്. അപ്പോൾ അവരൊക്കെ എന്താ നിലപാടെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് കുറേ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ടേംസ് ഈ ഫാസ്റ്റിംഗ് ആയിട്ട് വ്രതമെടുക്കുന്നതായിട്ട് ആരോഗ്യ മേഖലയിലുണ്ട്. അതിൽ ഒന്നാണ് വെറ്റ് ഫാസ്റ്റിങ്ങും ഡ്രൈ ഫാസ്റ്റിങ്ങും. വെറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരു നോമ്പ് അല്ലെങ്കിൽ വ്രതം പിന്നെ സയൻസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് വെറ്റ് ഫാസ്റ്റിംഗ്. നേരത്തെ മുസ്ലിങ്ങൾ ലോകം മുഴുവൻ ആചരിക്കുന്ന നോമ്പ് പറഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ പൂർണ്ണമായും ഡ്രൈ ആയി മുന്നോട്ട് കൊണ്ടുവന്ന നോമ്പിനാണ് നമ്മൾ ഡ്രൈ ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇതിന് ഓരോരുത്തരും അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. ഒന്നാണ് ഗുണകരമായത്, മറ്റേതാണ് ഗുണകരമായതെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സയൻസ് ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു വ്രതത്തിൻ്റെ രീതിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചിത സമയം പൂർണ്ണമായും ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വലിയൊരു സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും. അപ്പോൾ സാധാരണ 8:16 8 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരമുള്ള രാത്രി അടക്കമുള്ള വൈകുന്നേരമുള്ള സമയത്തുള്ള 16 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ശാസ്ത്രത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു വ്രതത്തിൻ്റെ രീതി. അത് വെച്ചിട്ട് അത് മാത്രമാണ് യഥാർത്ഥ ഫാസ്റ്റിംഗ് മെത്തഡെന്നും റമദാൻ ഫാസ്റ്റിംഗ് ഒരിക്കലും സയൻറ്റിഫിക് അല്ല എന്നുള്ള പഠനങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഇടം പിടിച്ചതായിട്ട് എൻ്റെ ഈ ചെറിയ തെരച്ചിലിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പറയുമ്പോൾ രാത്രിയാണെന്ന് നമുക്ക് ക്ഷീണം അറിയില്ല, ഉറക്കത്തിൽ കൂടെ കുറേ കാര്യങ്ങൾ നടന്നു കിട്ടും, പിന്നെ വെള്ളം ധാരാളം കുടിക്കാനും പറ്റും. അതായത് റമദാൻ വ്രതമാണ് ഏറ്റവും കഠിനമായ വ്രതം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറഞ്ഞൊരിക്കൽ പ്രായപരിധിയൊന്നുമില്ല. അതന്നെ റമദാൻ നോമ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതായത് 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഒരാൾ ആരോഗ്യക്ഷമത ഉണ്ടെങ്കിൽ അയാൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പാലിക്കാൻ പറ്റുമെന്നാണ് റെക്കമെൻഡേഷനുകളിൽ കാണുന്നത്. അതന്നെ റമദാൻ വ്രതത്തിനും ഇയാളുടെ ഫിറ്റ്നസ്സിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് പറ്റും. ഇനിയിപ്പോൾ ഫിറ്റ്നസ്സില്ലാത്ത ഒരാൾ ചെറിയ പ്രായമാണെങ്കിലും നോമ്പെടുക്കണം നിർബന്ധമൊന്നും ഇസ്ലാമിലില്ല. ആളുകൾക്ക് അതിനായിട്ടുള്ള ഇളവുകളുണ്ട്, ഒരുപാട് എക്സ്ക്യൂസസ് ഇസ്ലാമിലുണ്ട്. അപ്പോൾ നമ്മൾ റെഫറൻസായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിൻ്റെ റെഫറൻസാണ്. അപ്പോൾ മയോ ക്ലിനിക്ക് പറഞ്ഞ സാധാരണ നോമ്പ് കൊല്ലത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉഷ്ണത്തിൻ്റെ കാലത്താണ് ഇത്ര ദൈർഘ്യമേറിയ നോമ്പുകൾ വരുന്നത്. കുറച്ചുകൂടി തണുപ്പ് കാലത്താണ് റമദാൻ കൊല്ലം 12 ദിവസം പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം നമുക്കറിയാമല്ലോ. അറേബ്യൻ കലണ്ടറും ലൂണാർ കലണ്ടറും പിന്നെ ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസമാണ് 12 ദിവസം.
അപ്പോൾ ഈ തണുപ്പ് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ചില ഭാഗത്ത് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ 10 മണിക്കൂർ പോലും ഷോർട്ടായിട്ടുള്ള നോമ്പുകൾ നമുക്ക് കിട്ടും. അത് നേരത്തെ വേനലിൻ്റെ മൂർദ്ധത്തിലാണ് ഈ റമദാൻ കടന്നു വരുന്നതെങ്കിൽ 17 മണിക്കൂർ വരെ നീളുന്ന നോമ്പുകൾ നമുക്കുണ്ടാകും. 10 മുതൽ 17 മണിക്കൂർ വരെ നോമ്പുകൾ ലോകം മുഴുവൻ പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഡെയിലി ഫാസ്റ്റിംഗ് ഒരിക്കലും ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നില്ല എന്നാണ് മയോ ക്ലിനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് സ്ഥായിയായ നിത്യരോഗങ്ങളുണ്ടെങ്കിൽ, ഹൃദ്രോഗം, കിഡ്നി രോഗം, പ്രമേഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കണ്ടീഷൻ സേഫ് ആണെങ്കിൽ, സ്റ്റേബിൾ ആണെങ്കിൽ, നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കുഴപ്പമില്ല. അത് സേഫ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മേയോ ക്ലിനിക്ക് നമ്മളോട് പറയുന്നത്. അതുവരെ തന്നെയാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ 2024 വന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്, ഹിസ്റ്റോറിക്കലി ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ ഓവർ ആൻഡ് ഓവർ എഗെയിൻ ദാറ്റ് ഫാസ്റ്റിംഗ് ഈസ് ആക്യുറേറ്റ്ലി വെരി സേഫ്. അത് ചരിത്രപരമായിട്ട് കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും റമദാൻ വ്രതം സേഫാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. അവരെന്നെ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് അപ്പുറം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും റമദാൻ ഫാസ്റ്റിങ്ങും എൻ്റയർലി വ്യത്യസ്തമാണ്, ഒരിക്കലും രണ്ടും ഒരുപോലെ കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ലേഖനത്തിൽ പറയുന്നത് റമദാൻ ഫാസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന സങ്കല്പം തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ആ സങ്കല്പം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫാസ്റ്റിങ്ങിൽ റമദാൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും അല്ലാത്ത ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറക്കും, നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവിനെ കുറക്കും, ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവിനെ കൂട്ടും. ഇതെല്ലാം ഫലത്തിൽ മനുഷ്യൻ്റെ ഗുണപരമായൊരു മാറ്റമാണ് ശരീരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുക എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. അവരെന്നെ പറയുന്നത് ഡ്രൈ ഫാസ്റ്റ് ആൻഡ് റമദാൻ ഫാസ്റ്റ് ഏറ്റവും കാഠിന്യമേറിയ നോമ്പാണ്. എന്നാൽ പോലും ഇത് റമദാൻ അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ടെന്ന് തന്നെയാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞു വെക്കുന്നത്. ഹാർട്ട് പേഷ്യൻസ്, ഹൃദ്രോഗികൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ചോദിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, മിക്കവാറും എല്ലാ ഹൃദ്രോഗത്തിൻ്റെ മരുന്നുകളും ദിവസം 2 നേരം കഴിക്കാനേ ഉണ്ടാവുള്ളൂ. അത് അത്താഴത്തിന് മുമ്പ് നോമ്പ് തുറക്കുന്ന ശേഷം കഴിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചില രോഗികളിൽ, കാർഡിയാക് ഫെയിലറിൽ ചില രോഗികളിൽ നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയും, ശരീരത്തിൽ നിന്ന് നീര് പുറത്തേക്ക് കളയാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ റമദാനിൽ നോമ്പെടുക്കുന്ന ശ്രദ്ധിക്കേണ്ടി വരും, ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ, നിങ്ങളൊരു നോമ്പുകാരനില്ലാത്തൊരു മനുഷ്യനായിരിക്കും, നിങ്ങൾ എത്ര വെള്ളമാണ് കുടിക്കുന്നത് അത്ര വെള്ളം തന്നെ നിങ്ങൾക്ക് നോമ്പെടുക്കുമ്പോഴും കുടിക്കാമെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചായ, കാപ്പി അതും പൊതുവേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മൂത്രം പുറത്തേക്ക് കളയാൻ സാധ്യതയുള്ള ഡയൂററ്റിക് പോലെയാണ് അത് പ്രവർത്തിക്കുക. അതുകൊണ്ട് അങ്ങനത്തെ പാനീയങ്ങൾ അത്താഴത്തിന് ഒഴിവാക്കലാണ് നല്ലതെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. പിന്നെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അമേരിക്കൻ അസോസിയേഷൻ നിങ്ങൾ നോമ്പെടുക്കണമെന്നും പറയുന്നില്ല. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂടാം. ഓവറായിട്ട് തിന്നുന്ന ആൾക്കാരുടെ, അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തിന്നുന്നത് ഓവറായിട്ട് തിന്നായിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. ബിഞ്ച് ഈറ്റിംഗ്, വാരി വലിച്ച് തിന്നുന്ന പരിപാടി ഒഴിവാക്കണമെന്നില്ലെന്ന് പറയുന്നുണ്ട്. അവർ പറയും, നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നമ്മളോട് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾ പരമ്പരാഗതമായി ശീലിച്ച് വന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ നോമ്പ് തുറക്കലാണ് നിങ്ങൾക്ക് നല്ലത്. നോമ്പ് തുറക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കും, 2-3 ഈത്തപ്പഴമോ കാരക്കയോ കഴിക്കും. ഈ ഈത്തപ്പഴവും കാരക്കയും ധാരാളം ഫൈബറുകൾ, നാരുകൾ അടങ്ങിയതാണ്. അത് കഴിച്ച് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, 10-15 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ബോധത്തിലേക്ക് ശരീരം എത്തുകയും ഒരു ആർത്തിയിൽ നിന്ന് നിങ്ങൾ മുക്തരായി ശാന്തതയോടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് ഫുഡ് കഴിക്കാൻ കഴിയും. ആ പരമ്പരാഗത നോമ്പുറക്കൽ രീതി തന്നെ തുടരുകയാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ക്ലെവ്ലാൻഡ് ക്ലിനിക്ക്, അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ ക്ലിനിക്കാണ് ക്ലെവ്ലാൻഡ് ക്ലിനിക്ക്. അവരുടെ ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ്ങിന് എങ്ങനെയാണ്, ഹൗ റമദാൻ ക്യാൻ ബൂസ്റ്റ് യുവർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നോമ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യവും സൗഖ്യവും വർദ്ധിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് അവർ ലേഖനം തുടങ്ങുന്നത്. അതിലവർ 2-3 വഴികൾ പറയുന്നുണ്ട് എങ്ങനെ നോമ്പ് നമുക്ക് ഗുണപ്രദമാകുന്നു എന്നുള്ളത്. ഒന്ന്, അത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ അലിയിച്ച് കളയുന്നു. ചീത്ത കൊളസ്ട്രോൾ അലിയിച്ച് കളയുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത, സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ബാക്കി ഒരുപാട് രോഗങ്ങൾ ഒഴിവാക്കി കിട്ടുമെന്നാണ് ക്ലെവ്ലാൻഡ് ക്ലിനിക്ക് നമ്മളോട് പറയുന്നത്. രണ്ടാമത് അവർ പറയുന്നത്, നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ലൊരു വിശ്രമം കിട്ടുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ റമദാൻ വ്രതം. ആ സമയത്ത് നിങ്ങളുടെ ആമാശയത്തിൻ്റെ സൈസ് ചുരുങ്ങി വരും, ഷ്രിങ്ക് ചെയ്ത് വരും. അപ്പോൾ നോമ്പിന് ശേഷമുള്ള കാലത്ത് നിങ്ങൾക്ക് കുറഞ്ഞ വിശപ്പിൽ ജീവിച്ചു പോകാൻ, കുറഞ്ഞ തീറ്റയോടെ ജീവിച്ചു പോകാൻ, ഭക്ഷണം കുറച്ച് ജീവിച്ചു പോകാൻ കഴിയും. ആ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡയറ്റുകളെക്കാളും നല്ലതാണ് റമദാൻ ഡയറ്റ്. റമദാൻ നോമ്പെടുക്കുന്നതാണ് ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് ആളുകളെ ഉപദേശിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് മന്ത് ലോങ് ഡീടോക്സ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഒരു മാസം മുഴുവൻ നിൽക്കുന്ന ശരീരത്തിൻ്റെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് റമദാനിലൂടെ നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത് അവർ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ മാത്രമല്ല ഈ നോമ്പിലൂടെ നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത്, കൊഴുപ്പിൻ്റെ കൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഹാംഫുൾ ടോക്സിനുകളെ, ഉപദ്രവകരമായ ടോക്സിനുകളെയും കൂടി പുറന്തള്ളാൻ ഈ നോമ്പ് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ക്ലെവ്ലാൻഡ് ക്ലിനിക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാൻ, മാനസികമായ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനും
മെൻ്റൽ ക്ലാരിറ്റി, മാനസികമായ വ്യക്തത വരുത്താനും നിങ്ങൾക്ക് നോമ്പ് ഉപകാരം ചെയ്യും എന്നാണ് പറയുന്നത്. ഫാസ്റ്റിംഗ് ക്യാൻ ബി സൂപ്പർ ചാർജിങ് ടു യുവർ ബ്രെയിൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബ്രെയിനിനെ സൂപ്പർ ചാർജ് ചെയ്യാൻ നോമ്പുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം സഹായിക്കും എന്നാണ് അത് പറയുന്നത്. ഈ നോമ്പ് നിങ്ങളുടെ മനസ്സിനെ സമ്മർദ്ദങ്ങളെ താങ്ങാൻ ശേഷിയുറ്റതാക്കും, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളെ സന്നദ്ധമാക്കും, നിങ്ങളുടെ മൂഡും ഓർമ്മശക്തിയും കൂട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടാൻ ഈ നോമ്പ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ലേണിംഗ് കപ്പാസിറ്റി കൂട്ടുമെന്നാണ് ക്ലിവ്ലാൻഡ് ക്ലിനിക്ക് പറയുന്നത്. അവർ അതുപോലെ തന്നെ നോമ്പുകാരോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു മിനിമം ആക്ടിവിറ്റി, മിനിമം എക്സസൈസ്, ഒരു മോഡറേറ്റ് എക്സസൈസ് നിങ്ങൾ ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം കൂടാൻ സാധ്യത ഉണ്ട്. ഒരു മിനിമം എക്സസൈസ് ചെയ്യണം. അത് നോമ്പ് കാരണമായിരിക്കുക ചെയ്യരുത്. കഴിയുമെങ്കിൽ നോമ്പ് തുറന്ന് കുറച്ച് 1-2 മണിക്കൂറിന് ശേഷം ചെയ്യുക എന്നാണ് അവർ നോമ്പുകാരെ ക്ലിവ്ലാൻഡ് ക്ലിനിക്ക് അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ വേറൊരു ലേഖനമുണ്ട്, 2021 ഏപ്രിൽ 15 വന്നതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ്, ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ശരീര പ്രതിരോധവും നോമ്പും, ഈസ് ദർ എ കണക്ഷൻ, ഇത് തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയൻ്റെ ഒരു പഠനം ഉദ്ധരിച്ചിട്ട് അവർ പറയുകയാണ്, നമ്മുടെ ശരീരത്തിലെ രോഗത്തിനെ പ്രതിരോധിക്കുന്ന കോശങ്ങളാണ് വെള്ള രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ള രക്താണുക്കൾ തന്നെ ക്ഷീണിതരായ ഡാമേജുള്ള വെള്ള രക്താണുക്കളെ മുഴുവൻ നശിപ്പിച്ചിട്ട് പൂർണ്ണ ഊർജ്ജമുള്ള വെള്ള രക്താണുക്കളെ ഉണ്ടാക്കാനുള്ളൊരു നല്ല ഗോൾഡൻ ചാൻസാണ് റമദാൻ ഫാസ്റ്റിംഗ് എന്നാണ് ക്ലിവ്ലാൻഡ് ക്ലിനിക്ക് പറയുന്നത്. അത് നമ്മുടെ ബോഡിയിൽ, രക്തത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ള രക്താണുക്കൾക്ക് വേണ്ട എനർജി, ഗ്ലൂക്കോസ് കിട്ടാത്തുമ്പോൾ ഇവരെല്ലാം മജ്ജയിലേക്ക് മടങ്ങും. മജ്ജയിലേക്ക് പോകുമ്പോൾ അവിടെയാണെങ്കിൽ ന്യൂട്രീഷൻ റിച്ച്, അവിടെ പോഷകങ്ങൾ നിറഞ്ഞ ഒരു സംവിധാനമാണ് നമ്മുടെ ശരീരത്തിലെ മജ്ജ. ആ മജ്ജയിൽ നിന്ന് പോഷകങ്ങൾ നിറഞ്ഞ് സൂപ്പർ ചാർജ് ചെയ്തിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം പൂർവാധികം ശക്തി പ്രാപിക്കുമെന്നാണ് ക്ലിവ്ലാൻഡ് ക്ലിനിക്ക് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഉള്ളൊരു സങ്കല്പമാണ് ഓട്ടോഫേജി എന്ന് പറയും. നമ്മുടെ ശരീരം സ്വയം ഭക്ഷിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ഓട്ടോഫേജി എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ വാർദ്ധക്യം വന്ന കോശങ്ങൾ, ഡാമേജ് വന്ന കോശങ്ങൾ, ഇതൊക്കെ സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്ത് മാറ്റൽ അത്യാവശ്യമാണ്. ഈ ഓട്ടോഫേജി എന്നൊരു മഹത്തായ ശരീരത്തിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നന്നായി നടക്കുക ഈ നോമ്പിൻ്റെ സമയത്താണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം നമുക്കിപ്പോൾ ചെന്നെത്തുകയാണെങ്കിൽ ലോകാരോഗ്യ സംഘടന എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടന നോമ്പിനെ പറ്റി പറയുന്നത്, ദെർ ഈസ് എവിഡൻസ് ടു സജസ്റ്റ് ദാറ്റ് ഫാസ്റ്റിംഗ് ക്യാൻ ഹാവ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ യുവർ ഹെൽത്ത്. ഒരുപാട് തെളിവുകൾ, എവിഡൻസുകൾ നോമ്പ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഹെൽത്ത് എഫക്റ്റുകൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഉണ്ടാവുന്നതിനുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ആൻഡ് ദ ഫാസ്റ്റിംഗ് ക്യാൻ ബൂസ്റ്റ് യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആൻഡ് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് യുവർ മൂഡ്, ഹെൽപ്പ് റിലീവിങ് സ്ട്രെസ്, ആങ്സൈറ്റി. അത് നിങ്ങളുടെ മാനസികാരോഗ്യം കൂട്ടുന്നു, ആകാംക്ഷകൾ ഒഴിവാക്കുന്നു, ഉത്കണ്ഠകൾ ഒഴിവാക്കുന്നു, ഡിപ്രഷൻ, വിഷാദങ്ങൾ ഒഴിവാക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ലോകാരോഗ്യ സംഘടന ആളുകൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മിനിമം 10 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. നല്ല പഴങ്ങൾ ധാരാളം കഴിക്കണം, വെള്ളം നിറഞ്ഞിട്ടുള്ള പഴങ്ങൾ ധാരാളം കഴിക്കണം. അതിനകത്ത് ഒരുപാട് വൈറ്റമിനുകളുണ്ട്. കോഫി, ചായ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം കളയുമെന്നുള്ള അത് ഒഴിവാക്കണം എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. അതിലേക്ക് കോള, പെപ്സി പോലത്തെ പാനീയങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ പറയുന്നുണ്ട്. വേനൽക്കാലം, അതാണ് നമ്മുടെ പ്രശ്നം, വേനൽക്കാലമായിരുന്നല്ലോ ഇവിടെ. വേനൽക്കാലത്തിനെ പറ്റി രോഗാരോഗ്യ സംഘടന പറയുന്നത്, വേനൽക്കാലമാണെങ്കിൽ നിങ്ങൾ വെയിലത്ത് പോകുന്നത് ഒഴിവാക്കുക, തണലുകൾ ഉപയോഗിക്കുക, തണുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നാണ് അവർ പറയുന്നത്. പൊരിച്ച ഭക്ഷണങ്ങൾക്ക് പകരം, നമ്മുടെ നാട്ടിലൊക്കെ നോമ്പറിൻ്റെ ഒരു പ്രശ്നം തന്നെ പൊരിച്ച ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മത്സ്യം ധാരാളം ഉപയോഗിക്കാം, റെഡ് മീറ്റുകൾ ഒഴിവാക്കാം എന്നൊക്കെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ് ഈ സ്നാക്സുകളുടെ കാര്യത്തിൽ മോമോസാണ്. മോമോസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത് സ്റ്റീം ബേക്കിംഗ് ആണ്. അതിനകത്ത് എണ്ണ ഉപയോഗിച്ച് പൊരിക്കുന്നില്ല. അത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പഴങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം വിറ്റാമിനുകൾ കിട്ടും. ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് പഴങ്ങളിൽ, ക്ഷീണം കുറക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നോമ്പ് തുറന്നാൽ അത്താഴം വരെ, നേരം പുലർന്ന് അത്താഴം വരെ ധാരാളം വെള്ളം കുടിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് ലോകാരോഗ്യ സംഘടന ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. വ്യായാമം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അത്താഴം നിങ്ങളുടെ ദിവസത്തെ ബാക്കി ദിവസത്തിനുള്ള ഇന്ധനമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കഴിക്കാൻ നോക്കണം. അതൊരിക്കലും അതിനകത്ത് വീഴ്ച വരുത്തരുത്. അത്താഴത്തിൻ്റെ സമയത്തിന് അത് കഴിക്കുക. രാത്രി തന്നെ നേരത്തെ കഴിച്ചു കിടക്കുന്ന ശീലം ഒഴിവാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. നിങ്ങളൊരു നിത്യരോഗിയാണെങ്കിൽ നിങ്ങളുടെ നോമ്പിൻ്റെ 1-1.5 മാസം മുമ്പ് നിങ്ങളുടെ സ്ഥിരം ഡോക്ടറെ കാണിച്ച് നിങ്ങളുടെ മരുന്ന് നോമ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും, നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ദിവസത്തിൽ ക്ഷീണം തോന്നുമ്പോൾ എല്ലാം ബ്ലഡ് ഷുഗർ നോക്കണമെന്നും, 70ൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് മുറിക്കാമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. നോമ്പിൻ്റെ അവസാനം നിങ്ങളുടെ പഴയ ഡോക്ടറെ തന്നെ വീണ്ടും പോയി കണ്ട് മരുന്ന് പഴയപടിയാക്കണം എന്നുള്ള നിർദ്ദേശം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരാരും നിങ്ങൾ നോമ്പ് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. വേനലാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിത്യരോഗിയാണെങ്കിൽ എന്ത് നിർദ്ദേശമാണ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്,
ഈ തലയെടുപ്പുള്ള ലോകത്തിലെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം എത്ര ക്രിയേറ്റീവായിട്ടാണ്, എത്ര ഇൻക്ലൂസീവായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ വേറൊരു നിർദ്ദേശമാണ് നമ്മുടെ ഉറക്കത്തിൽ വീഴ്ച വരുത്തരുന്നുള്ളത്. 6 മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് ഉറക്കം കിട്ടണം. അത് നമുക്ക് ദിവസം ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെയും അലേർട്ട്നെസ്സിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതുപോലെ ലോകാരോഗ്യ സംഘടന ഊന്നി പറയുന്നൊരു കാര്യമാണ്, ഒരുപാട് ദാനങ്ങൾ നിങ്ങൾ റമദാൻ മാസത്തിൽ വർദ്ധിപ്പിക്കൂ. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും നിങ്ങളുടെ സൗഖ്യത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാനസികമായ നേട്ടങ്ങൾ കിട്ടണമെങ്കിലുള്ള വഴികളായിട്ട് പറയുന്നത് ദാനങ്ങൾ വർദ്ധിപ്പിക്കുക, ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് അൽ ജസീറ പുറത്തുവിട്ട ലേഖനത്തിൽ പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ് വ്രതം കാരണം നമ്മളെ തലച്ചോറിനകത്ത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം മൂലകങ്ങൾ അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഷോൺ ടു പ്രൊട്ടക്ട് ബ്രെയിൻ സെൽസ്. ഇത് ബ്രെയിനിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്, നമ്മളിൽ വിഷാദം കുറക്കുന്നുണ്ട്, ഉത്കണ്ഠ കുറക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഭാവിയിൽ നമുക്ക് ഡിമെൻഷ്യ, സ്മൃതിനാശം വരാനുള്ള സാധ്യത കുറക്കുമെന്നൊക്കെ അൽ ജസീറ പുറത്തുവിട്ട ലേഖനത്തിൽ പറയുന്നുണ്ട്. അവർക്ക് ലോകത്തിലെ പ്രശസ്തമായ മറ്റൊരു സ്ഥാപനമാണ് ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റൽ. അവരെ ലോകത്തിലെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അവർ പറയുന്നത്, നമ്മളിപ്പോൾ നോമ്പെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ആദ്യം ഉപയോഗിച്ച് തീർക്കും. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഊർജ്ജ രൂപങ്ങളായ ഗ്ലൈക്കോജൻ, അത് മസിലിലും ലിവറിലാണ് ഉണ്ടാവുക, അത് ഉപയോഗിച്ച് തീർക്കും. അതിനുശേഷം ഒരു 10 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കാണ് ശരീരത്തിലെ കൊഴുപ്പ് പതുക്കെ അലിയിച്ച് നമ്മളെ ആരോഗ്യാവശ്യത്തിന്, ഊർജ്ജാവശ്യത്തിന് ശരീരം ഉപയോഗിച്ച് തുടങ്ങും. ഇതും കഴിഞ്ഞ് ഫാസ്റ്റിംഗ് നീളുകയാണെങ്കിൽ 16 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഫാസ്റ്റിംഗ് നീളുകയാണെങ്കിൽ ഊർജ്ജാവശ്യത്തിനായി നമ്മുടെ മസിലുകളെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങും, ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകളെ. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നോമ്പ് നമ്മൾ തുറക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശരീരത്തിന് ഇത് ഗുണമേ ഉള്ളൂ എന്നാണ് ജോൺ ഹോപ്കിൻസ് പറയുന്നത്. അതുപോലെ തന്നെ ജോൺ ഹോപ്കിൻസ് പറയുന്നുണ്ട്, കുറച്ച് ദിവസം നിങ്ങൾ നോമ്പെടുക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ എന്ന് പറയും, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. നമ്മൾ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ മോർഫിൻ പോലെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകളാണ് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ലെവലിൽ കുറച്ച് ദിവസം നോമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൂടും. അത് കാരണം നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയും, നിങ്ങൾക്ക് അലേർട്ട്നെസ് കൂടും, ഒരു ഫീലിംഗ് ഓഫ് വെൽബീയിങ് വരുന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ജോൺ ഹോപ്കിൻസ് പറയുന്നുണ്ട്, ഈ റമദാൻ ഫാസ്റ്റിംഗ് ഈസ് ഷോൺ ടു ഹാവ് പ്രൊമോട്ടിങ് വെയ്റ്റ് ലോസ്. നമ്മുടെ ശരീരത്തിന് വെയിറ്റ് കുറക്കാൻ റമദാൻ വ്രതം നമ്മളെ സഹായിക്കും. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാൻ റമദാൻ സഹായിക്കും. നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം കൂട്ടാൻ നിങ്ങൾക്ക് റമദാൻ വ്രതം നിങ്ങളെ സഹായിക്കും. BP കുറക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് എപ്പോഴും കുറയലാണ് നല്ലത്, അത് കുറക്കാൻ നിങ്ങൾക്ക് റമദാൻ വ്രതം നിങ്ങളെ സഹായിക്കുമെന്ന് ജോൺ ഹോപ്കിൻസ് നോമ്പിനെ പറ്റി സപ്പോർട്ട് ചെയ്യുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇനി പ്രമേയ രോഗികളിലാണെങ്കിൽ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എത്ര ഇൻസുലിൻ കൊടുത്താലും അതിന് ഫലം കാണാത്ത നമ്മുടെ ശരീരത്തിലൊരു അവസ്ഥയാണ്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അതിജീവിക്കാനും ഫാസ്റ്റിംഗ് ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ജോൺ ഹോപ്കിൻസ് പറയുന്നത്. അവർക്ക് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ജേണലാണ് JAH, ജേണൽ ഓഫ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. അതിനകത്ത് അവർ ലൊറാൻ സ്റ്റഡീനെ പറ്റി പറയുന്നുണ്ട്, ലണ്ടൻ റമദാൻ സ്റ്റഡി. ലണ്ടൻ റമദാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാ അനാലിസിസാണ്, ഒരുപാട് പഠനങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ്, ഒരു മെറ്റാ അനാലിസിസാണ് ലണ്ടൻ റമദാൻ സ്റ്റഡി. അതിനകത്ത് അവർ ലൊറാൻ സ്റ്റഡീനെ പറ്റിയിട്ട് JAH അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്, നിങ്ങൾ വെയിറ്റ് കുറഞ്ഞോ ഇല്ലേ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ ഇല്ലേ, നിങ്ങൾ കൊഴുപ്പ് നഷ്ടപ്പെട്ടോ ഇല്ലേ, ഇതൊന്നും ഇൻഡിപെൻഡൻ്റ്, ഇതിനൊന്നും നോക്കാതെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നിങ്ങളെ BP കുറക്കാൻ റമദാൻ വ്രതം നിങ്ങൾക്ക് സഹായിക്കുമെന്നുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഫാസ്റ്റിംഗ് ഒരു BP കുറക്കാനുള്ളൊരു സംവിധാനമുള്ള റെക്കമെൻഡേഷന് ഈ പറഞ്ഞ ലൊറാൻ സ്റ്റഡിയുടെ പഠനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് JAHയുടെ ആ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകത്തിലെ എല്ലാ പ്രീമിയർ ആരോഗ്യ സ്ഥാപനങ്ങളും റമദാനെതിരെ അനുകൂലിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ആശങ്ക വരുന്നത് ഭയങ്കര അത്ഭുതമുണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ വരുന്ന ആളുകൾ, റമദാനെ പറ്റി പറയാൻ വരുന്ന ആളുകൾ ദയവായി ഈ റെഫറൻസുകളിലൂടെ കടന്നുപോയെങ്കിൽ അവരുടെ ഈ ആശങ്കകൾ മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികൾ നോമ്പ് എന്നുള്ളൊരു ആശങ്കയാണ് നമുക്ക് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വന്നത്. നോമ്പെടുക്കുന്ന കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്, പരീക്ഷ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ കുട്ടികൾ എപ്പോൾ മുതലാണ് നമുക്ക് നോമ്പെടുക്കാൻ പറ്റുക? സാധാരണ ഇസ്ലാമിൽ നമ്മൾ പറയുന്ന രീതി, ഇസ്ലാമിലെ ആചാരങ്ങളൊക്കെ കുട്ടികളെ പരിശീലിപ്പിച്ച് തുടങ്ങേണ്ടത് 10 വയസ്സ് മുതലാണ്. അപ്പോൾ 10 വയസ്സിൽ തന്നെ മുഴുവൻ നോമ്പെടുക്കാൻ നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാറില്ല. അവർക്ക് പറ്റുന്ന ഒന്നിടവിട്ട നോമ്പുകളോ ആഴ്ചയിൽ 2-3 നോമ്പുകളോ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനവർക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് മുറിക്കാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. 15 വയസ്സിന് ശേഷം മാത്രമാണ് നമുക്ക് അവർ നിർബന്ധമായിട്ട് നോമ്പെടുക്കണം. പ്രായപൂർത്തിയായ ശേഷം മാത്രമാണ് നമുക്ക് നിർബന്ധമായി നോമ്പ് തുടർന്നുള്ളൊരവസ്ഥ കുട്ടികളിൽ വരുന്നുള്ളൂ. പരീക്ഷൻ്റെ കാര്യം നമ്മൾ ലമീൻ അമാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അയാൾക്ക് ആ പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ പരീക്ഷ വൃത്തിക്ക് ചെയ്യണമെങ്കിൽ
അവർക്ക് നോമ്പില്ലാതിരിക്കലാണ് നല്ലതെന്നുണ്ടെങ്കിൽ അവർക്ക് മുറിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നീട് ഒരിക്കലും വീട്ടിയാൽ മതി. അല്ലാണ്ട് ഇതൊരു ഭയങ്കര റിജിഡായിട്ടുള്ള ഒരു സംവിധാനമല്ല, മതത്തിലെല്ലാം ഫ്ലെക്സിബിളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വേനലിൽ എന്താ ചെയ്യണമെന്നുള്ള ലോകാരോഗ്യ സംഘടന നമ്മൾ കണ്ടു. വെയിൽ ഒഴിവാക്കുക, തണുപ്പുള്ള ഇടങ്ങൾ ഓപ്റ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, അതിനുള്ള അവസരമായിട്ട് നമുക്ക് രാത്രികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നോമ്പെടുത്താലും മൂത്രപ്പഴുപ്പ് വരുന്നുള്ള ആരോപണം നമുക്ക് ചർച്ചക്കെടുത്താൽ നന്നാവും തോന്നുന്നുണ്ട്. സാധാരണ കുട്ടികൾ പലതരം മൂത്രപ്പഴുപ്പുണ്ട്. നമ്മുടെ കിഡ്നിയുടെ അല്ലെങ്കിൽ മൂത്രവ്യവസ്ഥയുടെ വരുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ, ഡിഫക്റ്റീവ് യൂറിനറി ട്രാക്റ്റ് ഉണ്ടെങ്കിൽ വരുന്ന മൂത്രപ്പഴുപ്പ് തീർത്തും വ്യത്യസ്തമായൊരു സംവിധാനമാണ്. വെള്ളം കുടിക്കാതെ വേനലിലൊക്കെ വരുന്ന മൂത്രപ്പഴുപ്പ് പറഞ്ഞാൽ തിരിച്ച് വെള്ളം കുടിച്ചാൽ തന്നെ മിക്കവാറും അതിന് പരിഹാരമാവും. ആ വെള്ളം കുടിച്ച് ആ മൂത്രപ്പഴുപ്പിൻ്റെ പ്രശ്നങ്ങൾക്ക് അതിജീവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ നോമ്പ് ഇല്ലാതെ നിൽക്കുകയൊക്കെ ചെയ്യാം. മരുന്നുകളുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാം. അത് വരാതിരിക്കാൻ നമ്മൾ ധാരാളം വെള്ളം, ലോകാരോഗ്യ സംഘടന പറഞ്ഞ പോലെ നോമ്പ് തുറന്ന മുതൽ പ്രഭാതം വരെ കഴിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നോമ്പിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചുകൊണ്ടുള്ള സംവിധാനത്തെ പറ്റി തിരയല്ല വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്ന ആൾക്കാർ ദയവേത് ലോകാരോഗ്യ സംഘടനയുടെ ആ ഗൈഡ് ലൈൻ ഒന്ന് എടുത്തു നോക്കിയാൽ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസവത്തിനെ പറ്റിയിട്ട്, നിത്യരോഗികളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊക്കെ ഈ ഇസ്ലാമിൽ പറയുന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിനും അതിന് താങ്ങാൻ പറ്റാത്ത ഒന്നും അതിനെ കൊണ്ട് വഹിപ്പിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ശാരീരിക അവസ്ഥ പ്രസവത്തിലാണെങ്കിലും നിത്യരോഗത്തിലാണെങ്കിലും ഈ നോമ്പ് താങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നോമ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇളവുകൾ മതം പറയുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലാൻസെറ്റ് എന്ന ജേണലുണ്ട് പ്രശസ്തമായ, അതിൻ്റെ ഒരു ഗാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി പറഞ്ഞ ജേണൽ തന്നെ നമ്മുടെ ആമാശയ രോഗങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഒരു മൈൽഡ് റിസ്ക്കുള്ള രോഗികൾക്കൊക്കെ സധൈര്യം നോമ്പെടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ ഒരു വർഷം ഉയർന്നു വന്ന ആരോപണങ്ങൾ വെച്ച് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതിനകത്ത് നമ്മൾ യമുക്കൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്ന നോമ്പ് ഒരു കള്ളപ്പട്ടിണിയാണ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മാത്രമാണ് സത്യം, റംലാൻ നോമ്പൊന്നും ഒരു ഫാസ്റ്റിംഗായി നമ്മൾ കണക്കാക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവർ ഉദ്ധരിക്കുന്ന ഒരു പഠനമാണ് ദുബായിൽ വാഹനാപകടങ്ങൾ റമദാനിൽ കൂടുന്നുണ്ട്, ആൾക്കാരുടെ ശ്രദ്ധ കുറഞ്ഞിട്ട് എന്നുള്ളൊരു പഠനം അവർ ഉദ്ധരിക്കുന്നുണ്ട്. അവർക്ക് റമദാൻ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റാണ്, ഒരു ആത്മഹത്യാ ശ്രമമാണെന്നൊക്കെയാണ് അവർ പറയുന്ന വേറൊരു കാര്യം. 40 വയസ്സിൻ്റെ മുകളിൽ ആരും നോമ്പെടുക്കരുത്, ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും പറയുന്നത് 80 വയസ്സുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് ആരോഗ്യക്ഷമത, ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ ഇങ്ങനത്തെ യമുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരും പഠനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്, അവരുടെ ആരോപണങ്ങൾക്കുള്ള പഠനങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ ഈ ശാസ്ത്ര മേഖലയിലെ പഠനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് എന്താ അഭിപ്രായമുള്ള വെച്ചാൽ അതിനൊക്കെ അനുകൂലിക്കുന്ന പഠനങ്ങൾ നമുക്ക് ശാസ്ത്രത്തിന് കിട്ടും. അപ്പോൾ റമദാൻ നോമ്പ് വേണമെന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പഠനങ്ങളുണ്ടാവും, വേണ്ടാന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന പഠനങ്ങളുണ്ടാവും, ഉപദ്രവകരമാണെന്ന് പറഞ്ഞാൽ അതിനെ തെളിയിക്കാനുള്ള പഠനങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മെറ്റാ അനാലിസും കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ബോഡികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ലോകാരോഗ്യ സംഘടന, AHA അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അല്ലെങ്കിൽ NHS നാഷണൽ ഹെൽത്ത് സർവീസസ്, ഇവരൊക്കെ ഒരു നിലപാടെടുക്കുമ്പോഴാണ് അതൊരു റെക്കമെൻഡേഷനായിട്ട് കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. കുറച്ച് പഠനങ്ങളായിട്ട് വന്നിട്ട് നോമ്പ് ഉപദ്രവകരമാണെന്ന് പറയുന്നതിന് ശാസ്ത്രഭാഷയിൽ ഏതാനും ചില പഠനങ്ങൾ തങ്ങൾക്ക് ഹിതകരമാണെന്ന് തോന്നുകൊണ്ട് മാത്രം പെറുക്കിക്കൊണ്ടുവരുന്ന ചില പഠനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതിന് സയൻറ്റിഫിക് ലാംഗ്വേജിൽ പറയുന്ന ഒരു വാക്കാണ് ചെറി പിക്കിങ്. ഈ വേർഡും കൂടി നമ്മൾ ഇങ്ങനത്തെ ശാസ്ത്ര ചർച്ചകൾക്ക് പുറപ്പെടുമ്പോൾ പഠിച്ചു വെക്കണം നന്നാവുമെന്നാണ് തോന്നുന്നത്. ചെറി പിക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയറിഞ്ഞ പഴം വിളവെടുക്കാൻ വേണ്ടി ഒരാൾ പോയെന്ന് വിചാരിക്കുക. അയാൾ തലതിരിഞ്ഞവനാണെങ്കിൽ പഴുത്ത ചെറി മുഴുവൻ പറിച്ചുകൊണ്ടിരുന്നവരും പച്ച ചെറി മാത്രം പറിച്ച് നമ്മളെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മളെ ഈ തോട്ടം മുഴുവനും പഴുക്കാത്ത പച്ച ചെറിപ്പഴങ്ങൾ മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ്. അത് നേരാവണ്ണം ചിന്തിക്കുന്ന ഒരുത്തിനാണ് ചെറിയ പഴം പറിക്കാൻ വിടുന്നെങ്കിൽ അവൻ അവിടെ പോയിട്ട് അവിടെയുള്ള പഴുത്ത പഴങ്ങൾ മാത്രമാണ് പറിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഭാഷാർത്ഥത്തിൽ ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി ചെറി പിക്ക് എന്ന് പറയുന്നത് ഈസ് വെൻ സംവൺ പിക്സ് ദ കേസ് വിച്ച് സപ്പോർട്ട്സ് ഹിസ് ഒപ്പീനിയൻ. തൻ്റെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് മാത്രം പൊക്കിയെടുത്തുകൊണ്ടെന്ന് തൻ്റെ വാദത്തിന് സപ്പോർട്ടീവാണെന്ന് അതിനെ വെച്ച് മുന്നോട്ട് സമർത്ഥിക്കാൻ നോക്കുന്നതാണ് ശാസ്ത്ര ഭാഷയിൽ ചെറി പിക്കിംഗ് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു മരുന്നിനെ പറ്റിയിട്ട് 20 പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 19 പഠനങ്ങളും ആ മരുന്ന് വളരെ ഫലപ്രദമാണെന്നാണ് പറയുന്നത്. ഒരു പഠനം മാത്രം ഈ മരുന്ന് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പഠനം മാത്രം പൊക്കിയെടുത്ത് വന്നിട്ട് ഈ മരുന്ന് ഒരിക്കലും എഫക്റ്റീവ് അല്ല, ഭയങ്കര അപകടകരമാണെന്ന് പറയുന്നതിനാണ് ശാസ്ത്ര ഭാഷയിൽ ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും മൂലക്കുന്ന തനിക്ക് വേണ്ട മാത്രം പെറുക്കിയെടുത്ത് ഭൂരിപക്ഷം എവിഡൻസിനെയും അവഗണിക്കുന്ന രീതിയാണ് ചെറി പിക്കിംഗ് എന്നാണ് പറയുന്നത്. ഇത് ഓഡിയൻസിനെ ഡിസീവ് ചെയ്യാനുള്ള, ചതിക്കാനുള്ള ഒരു സൂത്രമാണെന്നാണ് ശാസ്ത്രഭാഷയിൽ പറയുന്നത്. ഇതൊരു സ്യൂഡോ സയൻസിൻ്റെ അല്ലെങ്കിൽ ബാഡ് സയൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പറയപ്പെടുന്നത്. സ്യൂഡോ സയൻസിൻ്റെ ആൾക്കാർ സാധാരണ അവരുടെ തെറ്റായ വാദങ്ങൾ
സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്ന മുഖ്യധാര ചിന്തകളായിട്ട് യോജിപ്പില്ലാത്ത അപൂർവം തെറ്റിക്കിടക്കുന്ന പഠനങ്ങളായിട്ട് മുന്നോട്ട് വരാറുണ്ട്. ആ അർത്ഥത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഠനമല്ല ശാസ്ത്രം. ഒരു കൂട്ടം പഠനങ്ങളുടെ അതിൽ തന്നെ ക്വാളിറ്റിയുള്ള പഠനങ്ങളുടെ മെറ്റാനാലിസിസും സിസ്റ്റമാറ്റിക് റിവ്യൂവും ഏകദേശം ശാസ്ത്രമാണെന്ന് പറയാം. അതിനെ പിന്നെയും ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോകത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ലോകം മുഴുവൻ സ്വാധീനമുള്ള ആരോഗ്യ സംവിധാനങ്ങളായ ലോകാരോഗ്യ സംഘടന പോലുള്ള സംവിധാനങ്ങൾ അതിനൊരു റെക്കമെൻഡേഷനായി പുറത്തേക്ക് വിടുമ്പോൾ മാത്രമാണ് സയൻസായിട്ട് ലോകത്തിന് പാലിക്കാൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ബാധ്യതയുള്ളൂ. അല്ലാത്തെല്ലാം വ്യക്തികളുടെ ആനക്ടോട്ടലായിട്ടുള്ള എവിഡൻസ് ആയിരിക്കാം, ബയസുകൾ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളതിനകത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും റമദാന് നമ്മുടെ തലച്ചോറിന്, ഹൃദയത്തിന്, ആമാശയത്തിന്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഉപകാരപ്രദമാണ് നോമ്പെന്നാണ് എണ്ണം പറഞ്ഞ ആരോഗ്യ സ്ഥാപനങ്ങൾ മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ വിമർശകരോട് എനിക്ക് സവിനയം പറയാനുള്ളത്, നിങ്ങൾ ഒരു വർഷമെങ്കിലും നിങ്ങൾ നോമ്പെടുത്ത് നോക്കൂ, എന്നിട്ട് അതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചർച്ച കൊണ്ടുപോകലിൽ നന്നാവുക എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.